അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ വെച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ, ഉള്ള കാര്യം പറയാലോ. രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ അല്ല, സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി, പോ. നാരായണ ഗുരുവായൂരപ്പാ. മാളൂട്ടേ, ഇവിടെ ഈ കുട്ടികള് ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിയുടെ ചാവി ഓടി വെച്ചേ. എന്തായാലും മക്കളെ ഓടാതെ വീഴും. വാ മോളെ, കയറി. ഗോപി കയറിക്കേ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ. വല്ലതും മനസ്സിലായോ? മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലത്. ഇങ്ങോട്ട് നോക്കി, ചിരിച്ചേ. ചിന്നു, വിലാസിനെ പോന്നു. ഇന്നലെ അളിയോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടേ. രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? അമ്മയിലേക്ക് പോകുമ്പോ എന്റെ അപ്പൂനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെയല്ല, ആരെ വേണലും കൊണ്ടുപോവാം. ആട്ടെ, ആരായി അപ്പു? ഓ, ഒരു ആശ്രയരം പിടിച്ച പട്ടി. നല്ല പട്ടിയാ. പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല, പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു... അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ. പിന്നെ തലയ്ക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? തമാശ. പോടാ അവിടുന്ന്. നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ് രാജി. ഞാനോ ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല?
എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ട ഉണ്ണീട്ടാ. എന്താ തുമ്പിയോ? ഈ തുമ്പി കല്ലെടുക്കും. ഓ അച്ഛന് വേണം, അച്ഛന് വേണം. വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. ആ, മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ അച്ഛാ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടിയേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ പതുക്കെ. ഓ ഇനി നിന്നെ ഞാൻ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലോ ഇത്. തങ്കം വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടി വിലാസിനി, ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റേണാ. ആ